ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് സെക്ഷനിലൊക്കെ ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട്. മാക്സിമം ലളിതമായിട്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്ലാത്ത നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു ഈ മാർക്ക് ചെയ്തത് നമ്മുടെ 200 EMA ആണ്. അപ്പോൾ ഞാൻ 200 EMA യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 200 EMA വരച്ച് കാണിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ 28 ഡിസംബർ 28 2022 അപ്പോൾ മാർക്കറ്റിൻ്റെ ലോയാണ്, അതായത് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ ലോയാണ് വരച്ചത് ആദ്യം. പിന്നെ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ വേണ്ടി നമ്മുടെ ടൈം ഫ്രെയിമിനെ നേരെ 1 ഡേയിലിട്ട് മാറ്റുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന അതാണ്, നമ്മുടെ ടൈം ഫ്രെയിമിനെ 1 ഡേയിലിട്ട് മാറ്റുന്നു. അപ്പോൾ ഏതൊക്കെ കുറേ ലോകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ലോയിനെല്ലാം കൂടി ചേർത്ത് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. എന്നിട്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൈനേക്കടെ ആയിരിക്കും ഇതിൻ്റെ സപ്പോർട്ടിങ് ലൈനാണെന്ന് പറയുന്നത്. ആ സപ്പോർട്ടിങ് ലൈനേക്കടെ അതിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടിങ് ലൈൻ നമ്മൾ വരച്ചു. ഇനി വേറൊരു ഈ യെല്ലോ ലൈൻ നിങ്ങൾക്ക് കാണാം. ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞത് അത് നേരത്തെ അവിടുന്ന് താഴേന്ന് മാർക്കറ്റിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് വന്നതാണ്. അത് ഏകദേശം ഒരു ജൂൺ ജൂലൈ ആ ടൈമിൽ 2020 ടൈമിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ആ സപ്പോർട്ടിങ് ലൈനാണ് ആ യെല്ലോ ലൈനും കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. നേരെ 1 ഡേ ടൈം ഫ്രെയിമിൽ പോവുക. എന്നിട്ട് ഇങ്ങനെ എവിടെയൊക്കെ സപ്പോർട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ആ മേളിൽ കാണുന്ന 3 റെഡ് ലൈന് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ആയി താഴ്ത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇടയ്ക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ലൈനായിട്ടാണ്, അതായത് ഗ്രാഫ് ഇനി എന്തൊക്കെ ഉണ്ടോ അതുവരെ ആ ലൈനോട് കിടക്കാവുന്ന രീതിയിൽ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ ഒരു ഏരിയ, അതായത് മാർക്കറ്റ് കുറേ നാൾ ആ ഗ്രീൻ ഏരിയയ്ക്കുള്ളിൽ ഇങ്ങനെ തട്ടി കുറേ നാളിങ്ങനെ തട്ടി നിന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ ഈ പോയിന്റ് വെച്ച് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ട് മാർക്കറ്റ് താഴെ ആ റെസിസ്റ്റൻസ് ലൈനിൽ വന്നു. അപ്പോൾ അന്നൊക്കെ ശരിക്കും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷേ അന്ന് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളതിൽ ഷോർട്സിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ലൈന് മുമ്പത്തെ ഒരു ഹൈ ആയിരുന്നു. അപ്പോൾ അതേ വന്ന് ടച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലിട്ട് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് അന്ന്, അതായത് നേരെ അവിടെ ആ ഒരു റൈസിങ് വെഡ്ജ് എന്ന് പറയാം സെറ്റപ്പിനെ. അപ്പോൾ റൈസിങ് വെഡ്ജിന്ന് ഒരു ബ്രേക്ക് ഔട്ട്, എന്നിട്ട് നേരെ അവിടെ കുറച്ച് നാളിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തു. അവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു. അതിന് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ കറക്റ്റ് സപ്പോർട്ടിങ് ലൈനയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് നേരെ താഴ്ത്തിട്ട് വന്നു. ഓക്കെ, നേരെ താഴ്ത്തിട്ട് വന്ന് എവിടം വരെ പോന്നു? നേരെ അടുത്ത റെസിസ്റ്റൻസ് ലൈൻ വരെ പോന്നു. പിന്നെ കാണുന്നത് ആ മഞ്ഞ ലൈന് അതിൻ്റെ സപ്പോർട്ടിങ് ലൈനാണ്. അതേ സപ്പോർട്ട് എടുത്താണ് മേളിലോട്ട് പോകാതെ മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കും, അവിടെ റെസിസ്റ്റൻസ് ചെയ്യും, അത് താഴ്ത്തിട്ട് വരും. അങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇന്ന് 29 സെറ്റപ്പ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ മാർക്കറ്റ് ഒരു 42,680 അവിടെ ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴെ വന്നു. എന്നിട്ട് ഈ 42,520 ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഞാൻ ഈ വരച്ചേക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ തട്ടിയിട്ട് തിരിച്ചു പോരാം. പക്ഷേ തിരിച്ചു പോരാന്നാണ്, അല്ലാതെ പോരും എന്നല്ല, തിരിച്ചു പോരാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. അപ്പോൾ ഞാനവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് സ്ലോപ്പ് പോലെ. അതതിൻ്റെ റെസിസ്റ്റൻസ് ആയിരുന്നു. രാവിലത്തെ ആ 3 ഹൈ, അതായത് 3 ഹൈയും കൂടി വന്ന പോയിന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. നമുക്കാണെങ്കിൽ അവിടെ ഒരു ട്രെയിൻ പ്ലാൻ ചെയ്യായിരുന്നു. നേരെ അവിടെ ഞാനിപ്പോൾ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് താഴെ ക്യാൻഡിൽ പൊങ്ങിയെടുത്ത് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അതിൻ്റെ ഒരു 2 to 3 നമുക്ക് ടാർഗറ്റ് കൊടുക്കാം. കാരണം ടാർഗറ്റ് കൊടുത്ത് ഞാൻ എവിടെയാണെന്ന് കണ്ടല്ലോ, കഴിഞ്ഞ ദിവസത്തെ ലോയിൽ ആ പച്ച ഗ്രീൻ ലൈൻ,
അവിടെ ഞാനൊരു റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ അവിടെ ഞാനൊരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അവിടെ വരെ എൻ്റെ ടാർഗറ്റ് വെച്ചു. അപ്പോൾ ഇന്ന ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ആകാൻ. പിന്നെ അടുത്ത ഇനി നമുക്കൊരു ചെയ്യാവുന്ന ഇത്, അതായത് ഈ 200 EMI വരുന്നുണ്ടല്ലോ. 200 EMIയിൽ ഒന്നിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് വരുമെന്ന് കരുതിയിട്ട് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രേഡിൻ്റെ ടാർഗറ്റ് എവിടെ വരെ വയ്ക്കാം? അടുത്ത ദിവസത്തെ സപ്പോർട്ട്, അതായത് ഇന്നത്തെ സപ്പോർട്ടിൻ്റെ ഒരു കുറച്ച് മേള് വരെ വയ്ക്കാം, മൊത്തം വയ്ക്കണ്ട. അപ്പോൾ കുറച്ച് മേള് വരെ വെച്ചിട്ട് നമുക്ക് ആ സപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് വേണേൽ പോകട്ടെ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ടാർഗറ്റ് കിട്ടുവാണെങ്കിൽ ഒരു വലിയൊരു ഏരിയ ടാർഗറ്റാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷേ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ട്രേഡ് ചെയ്യാവുള്ളൂ. പക്ഷേ ഒരു നല്ല എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രീമിയത്തിന് നമുക്ക് മേടിക്കാൻ കിട്ടും. ചുമ്മാ ഒരു 5 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ട് അത് ചിലപ്പോൾ 100-150 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഒക്കെ കൊടുത്ത് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സപ്പോർട്ടിങ് റെസിസ്റ്റൻസ് ലൈൻസ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ പോവുക. ഒരു 1 hour 1 day 1 hour എന്നൊക്കെ അങ്ങനെ ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടെ നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ വന്നിട്ടാണ് നമ്മളിപ്പോഴും എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത് അതായത് നേരത്തെയാണ്. പിന്നെ ഓരോ ഡേയിലും സപ്പോർട്ട് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കാണുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി ട്രേഡ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ച് എടുത്തിട്ടുണ്ട്. കണ്ട, ഇതൊരു വലിയൊരു നല്ലൊരു ഹ്യൂജ് മൂവ്മെൻറ്റ് വന്ന ട്രേഡായിരുന്നു. മാർക്കറ്റ് ഓൾറെഡി ആ വെഡ്ജിന് പുറത്താണ് ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ ഏരിയയിലൊരു ബ്രേക്ക് വന്നപ്പോൾ 2 കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. കാരണം നമ്മുടെ 200 EMIയുടെ താഴെയായിരുന്നു. പിന്നെ അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അതൊരു സൂപ്പർ ട്രേഡായിരുന്നു. അത് എവിടെ വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാം? ആ വെഡ്ജ് എവിടെയാണോ തീരണേ അപ്പോൾ അതിൻ്റെ ഒരു തൊട്ട് മേളിൽ വരെ നമുക്ക് ടാർഗറ്റ് എടുക്കായിരുന്നു. സുഖമായിട്ട് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമുക്ക് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇതേപോലത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസും വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ശരിക്കും പ്രൈസ് ആക്ഷൻ. അങ്ങനെ ഓരോ പ്രൈസിന് മൂവ്മെൻറ്റ്, ഒരു ബയേഴ്സും സെല്ലേഴ്സും വരുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റ് അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു ഇത് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ. അവിടെ നമുക്ക് 2 കൺഫർമേഷൻ കിട്ടി. ഒന്ന് മേളിൽ നിന്ന് വരുന്ന റെസിസ്റ്റൻസ് ലൈൻ, താഴെ നിന്ന് പോകുന്ന സപ്പോർട്ടിങ് ലൈൻ. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യപൂർവ്വം അവിടെ ട്രേഡ് എടുക്കാമായിരുന്നു. എവിടെ വരെ നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. അപ്പോൾ അതൊരു നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു. ഇതിനൊക്കെ പുറമെ നമുക്കൊരു ഡെയിലി സപ്പോർട്ടും റെസിസ്റ്റൻസും വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കഴിഞ്ഞ ദിവസത്തെ ലോയിലാണ് ഞാൻ ആ ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത്, അതായത് പ്രീവിയസ് ഡേ ലോ, പിന്നെ ഇന്നത്തെ ഡേ ഹൈ. അതായത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് എവിടെയാണ്? 42,600. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ നോ ട്രേഡ് സോണാണ്. ഇവിടെ ശരിക്കും നമ്മൾ ട്രേഡൊന്നും എടുക്കരുത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊരു സോൺ ഞാൻ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു സോൺ നോ ട്രേഡ് സോണാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ടൈമിൽ മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ 200 EMIയുടെ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, താഴെ നില്ലുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. 200 EMIയുടെ താഴെയാണെങ്കിൽ പിന്നെ മുകളിലോട്ട് ക്യാൻഡിലുകൾ ചെല്ലുമ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ക്യാൻഡിൽ ഓപ്പൺ ആകുന്നത് മേളിലാണ് ടാർഗറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ, താഴത്തേട്ട് വരുന്നതെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും 200 EMI. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇനി ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് എപ്പോഴാണോ അതിനെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മേളിലോട്ട് കുതിക്കും. അപ്പോൾ ഇതെന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 200 EMI ഉണ്ട്, അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റൻസ് ലൈനും ഉണ്ട്. അപ്പോൾ ഇന്ന് എക്സ്പയറി ഡേ ആണ്. ചിലപ്പോൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു 500-600 അതായത് രൂപയുടെ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അന്നേരം ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മളിവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ
ഇങ്ങനെയാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ഓരോ ഡേയിലും ഇങ്ങനെ ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ട്രേഡ് എടുക്കാൻ. അപ്പോൾ മെയിൻ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ഡേയുടെ ഹൈ ലോയ്, പിന്നെ പ്രീവിയസ് ഡേ ഹൈ പ്രീവിയസ് ഡേ ലോയ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടെ നോക്കി വേണം ട്രേഡ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ ഇനി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ താഴത്തെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റായി. ഇനി ഇവിടെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് എവിടെ വയ്ക്കും? ഏകദേശം ഒരു 43,000 ആ ഒരു സ്ഥലത്ത് നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നെൻ്റെ ഓർഡർ. 43,000 CE 22 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. 2.24 ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ. അപ്പോൾ അത് ഞാൻ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 104 രൂപയ്ക്ക്. അപ്പോൾ 80 പോയിൻറ്റോളം മൂവ്മെൻറ്റ് നമുക്ക് ആ ഒറ്റ സിംഗിൾ ട്രേഡിൽ കിട്ടിയായിരുന്നു. ജസ്റ്റ് ഒരു അറിവിലായിട്ട് ഷെയർ ചെയ്താണ്. ബിഗിനേഴ്സ് ഒന്നും ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. നമുക്ക് പഠിച്ചതിന് ശേഷം എടുക്കാം, എങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.